ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന കലാകാരന് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഒരു ഗായകനാണ്. അദ്ദേഹം പാടിയ ആ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അതാരാണ്. അഭയമെന്നയ്യപ്പ, അറിയാ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ, ജീവിതമാ കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ എല്ലാരും ഒന്നായി, എന്നാളും ഒന്നായി നടന്നേ പോവുക തുടർന്നേ പോവുക. നമുക്ക് സ്വാഗതം ചെയ്യാം മത്തായി സുനിൽ. സുനിലെ, ബാച്ചിലർ പാർട്ടിക്ക് ശേഷം ഹിറ്റായ സോങ് ആണ് കമ്മട്ടിപ്പാടം. അതെ അതെ. വിനായകൻ ആദ്യമായിട്ട് സംഗീത സംവിധാനം നൽകിയ ചിത്രമാണ് കമ്മട്ടി. അതെ. കമ്മട്ടിപ്പാടത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാ? കമ്മട്ടിപ്പാടത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇപ്പൊ ഏകദേശം ഒരു 35ഓളം സിനിമകൾ പാടിയിട്ടുണ്ട്. ഈ സിനിമകൾക്കെല്ലാം ഇടനിലക്കാരായിട്ട് ഓരോരോ സൗഹൃദങ്ങളുണ്ടായിരുന്നു. കമ്മട്ടിപ്പാടവും അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ ബന്ധത്തിൽ നിന്ന് കിട്ടിയതാണ്. കൊല്ലത്ത് 8 പോയിന്റ് എന്നും പറഞ്ഞ ഒരു ആർട്ട് കഫേ ഉണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഷെല്ല എന്ന് പറയുന്ന മ്യൂറൽ ചിത്രകാരനാണ്. ഷെല്ലയുടെ നേതൃത്വത്തിലുള്ള ഒരു ആർട്ട് കഫേയാണത്. അവിടെ ഒരു ദിവസം ഈ കമ്മട്ടിപ്പാടത്തിൻ്റെ ലിറിക് എഴുതിയ അൻവർ അലി, അദ്ദേഹവും കമ്മട്ടിപ്പാടത്തിന് 3 മ്യൂസിക് ഡയറക്ടറാണ്. വിനായകൻ ചേട്ടൻ, ജോൺ പി വർക്കി എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ മദ്രാസിൽ നിന്ന് കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 8 പോയിന്റിൽ ഈ ജോണേട്ടൻ, അൻവർ അലി ചേട്ടൻ, ഇവരെല്ലാം ജസ്റ്റ് ഒരു വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആ ദിവസം വൈകിട്ട് അവർ ഒരു ചെറിയൊരു മ്യൂസിക് പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്തു. അന്നേരം അവരിങ്ങനെ ഷെല്ല എടുത്ത് അന്വേഷിച്ച് ഫോക്ക് പാടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരാമോ. അങ്ങനെ ഷെല്ല എന്നെ വിളിക്കുന്നത്. ഞാൻ അന്നേരം അവിടെ ചെന്ന് അവരുമായിട്ട് കുറച്ച് സമയം ജാം ചെയ്തതിന് ശേഷം വൈകിട്ട് അവരോടൊപ്പം ഒരു 1.5 മണിക്കൂർ ചെറിയൊരു ഇവൻറ്റിൽ പങ്കെടുത്തു. അപ്പം പുള്ളിക്ക് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നമ്പരൊക്കെ മേടിച്ചായിരുന്നു ജോണായിട്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. എടാ, എനിക്കൊരു സിനിമ വന്നിട്ടുണ്ട്, കമ്മട്ടിപ്പാടം എന്ന പേര്. അപ്പോൾ അതിനകത്തൊരു പാട്ടുണ്ട്, ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്, നീ വന്നത് പാടിത്തരണം. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി. അങ്ങനെ അത് പാടാനായിട്ട് അതിൻ്റെ ടൈറ്റിൽ സോങ് പറ 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 അത് പാടാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും കമ്മട്ടിപ്പാടത്തിൻ്റെ വർക്കിന് ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ റെക്കോർഡിങ് അപ്പോൾ രാജീവേട്ടൻ ഉണ്ടായിരുന്നു, വിനായകൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു റെസ്റ്റ് ടൈമിൽ ടീ ടൈമിൽ ഇവർ രണ്ടുപേരും, വിനായകൻ ചേട്ടനും രാജീവേട്ടനും എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സോങ് ഉണ്ട്, നീ ജസ്റ്റ് വെറുതെ ഒന്ന് പാടിയിട്ടിട്ട് പോകണം, ട്രാക്കൊന്ന് പാടിയിട്ടിട്ട് പോകണം. അപ്പോൾ ഞാൻ പറയാം, ഞാൻ പാടിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ പറവറയുടെ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ ജസ്റ്റ് ആരോ ഒരാൾ പാടിയിട്ടുണ്ട്, അത് കേട്ടിട്ട് എൻ്റെ ശൈലി ഞാൻ പാടിയിട്ടിട്ട് പോയി. അപ്പോൾ അവർക്ക് എൻ്റെ ശബ്ദം ഡിഫറെൻ്റ് ആയ ഒരു ശബ്ദം ആയതുകൊണ്ടായിരിക്കും, കുറച്ച് ഹാർഡാണല്ലോ എൻ്റെ ശബ്ദം. അപ്പം ഡിഫറെൻ്റ് ആയ ഒരു ശബ്ദം ആയതുകൊണ്ടാണ് അത്. ഒരു 3 ദിവസം കഴിയുമ്പോൾ ജോണായിട്ട് എന്നെ വിളിച്ചു, അവർക്ക് നിൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു, അപ്പം നീ അതൊന്ന് പാടി കൊടുക്കണം. രണ്ടുപേരും അലക്കിയാലോ? കാണുന്ന മലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. ഉഴുപുലികൾ, പക്കി പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ, ഉലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. കൊല്ലത്തെ 8 പോയിന്റ് ചെന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ജാം ചെയ്തു വന്നു. നാടൻപാട്ടുകാർ അപൂർവമായിട്ട് എങ്ങനെ ജാം ചെയ്തു, അവരെല്ലാം ട്രഡീഷണൽ സോങ്ങുകളൊക്കെ പാടുന്ന. മത്തായി അതിൽ നിന്നും കുറച്ച് വിഭിന്നമാണ്. എൻ്റെ ശബ്ദത്തിന് പറ്റുന്ന എല്ലാ ടൈപ്പുകളും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാ ടൈപ്പുകളും നമ്മൾ ട്രൈ ചെയ്യണം. എനിക്ക് ഇപ്പം ഒരാളൊരു മെലഡി സോങ് പാടാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യും. കാരണം ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് കളയാം. ഇപ്പൊ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് എഴുതിയേക്കുന്നത് നമ്മുടെ ജോസഫിലെ പാട്ടൊക്കെ എഴുതിയ പൂമത്തോളമൊക്കെ എഴുതിയ അജീഷേട്ടനാണ് അത് എഴുതിയത്. അത് ശരിക്കും പൂമരം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്. പൂമരത്തിൽ പിന്നീട് അത് ഉൾക്കൊള്ളിച്ചില്ല, കാരണം ഇഷ്ടംപോലെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ അജീഷേട്ടൻ എന്നാടാ അത് നീ ഒന്ന് കമ്പോസ് ചെയ്തിട്ട് അത് നിന്റെ വേദികളിൽ നിനക്ക് പാടാമല്ലോ. അങ്ങനെ അത് ഞാൻ പുള്ളി ലിറിക്കെന്ന് ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. കാട്ടിരിക്കും വേരുകൊണ്ട് കെട്ടിയിട്ടാലും കാട്ടരുവി കൂട്ടമോട നാമുണരില്ലേ. ഉള്ളിലുള്ള തീ കെടുത്താനാവുകില്ല പെണ്ണേ,
അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. ഉള്ളിലുള്ള തീ കെടുത്താനാവുകില്ല പെണ്ണേ, അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. ആറ്റിലങ്ങിപ്പൂമരത്തിൽ കാറ്റുമുളണ കാട്ട്, ആറ്റിലങ്ങിപ്പൂമരത്തിൽ കാറ്റുമുളണ പാട്ട്, ആറ്റു കണ്ണി മീൻ കണക്കെ നീറ്റിലൊടണ പാട്ട്. ആ പാട്ട് കൊണ്ട് ചൂട്ടുകെട്ടി പാതിരാപത്ത് ഒറ്റ നിഴൽ പോലെയന്നു നാം ഇരുന്നില്ലേ. ആ പാട്ട് കൊണ്ട് ചൂട്ടുകെട്ടി പാതിരാപത്ത് ഒറ്റ നിഴൽ പോലെ ഇന്നു നാം ഇരുന്നില്ലേ. കറ്റമുടി കെട്ടുപോലെ നാം എരിഞ്ഞില്ലേ. ഒറ്റ നിഴൽ പോലെ ഇന്ന് നാം ഇരുന്നില്ലേ, നാം ഇരുന്നില്ലേ, നാം ഇരുന്നില്ലേ. കറ്റമുടി കെട്ടുപോലെ നാം എരിഞ്ഞില്ലേ, നാം എരിഞ്ഞില്ലേ, നാം എരിഞ്ഞില്ലേ. ഒരുപാട് കലാകാരന്മാര് നാടൻപാട്ടിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് സംഘടനകൾ നാടൻപാട്ടിൽ വരുന്നുണ്ട്. അർഹമായ പരിഗണന നാടൻപാട്ടിന് കിട്ടുന്നുണ്ട്, ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. 99 ശാസ്താംകോട്ട DB കോളേജ് ഡിഗ്രിക്ക് വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് പ്രൊഫഷണലായിട്ട് ഇറങ്ങുന്നത്. അതിന് കാരണക്കാരൻ ഇന്ന് ആള് നമ്മളോടൊപ്പം ഇല്ല, PS ബാനർജിയാണ്. അന്ന് കോളേജിൽ നാടോടി എന്ന് പറയുന്നൊരു ലഘു നാടകങ്ങളും ഒക്കെ വെച്ചിട്ട് അന്നത്തെ ആനുകാലിക പ്രസക്തമായ സംഭവങ്ങൾ വെച്ചിട്ട് പ്രതിഷേധാർഹമായ ലഘു നാടകങ്ങളൊക്കെ കളിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു, പ്രകാശ് കുട്ടൻ എന്ന് പറയുന്ന അണ്ണൻ്റെ നേതൃത്വത്തിൽ. അതിനകത്ത് ബാനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകങ്ങളുടെ ഗ്യാപ്പിൽ അവൻ ഇടയ്ക്ക് നാടൻപാട്ട് പാടുമായിരുന്നു. അങ്ങനെ അവരത് കുറച്ചുകൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്താൽ എന്താ, ഈ നാടൻപാട്ട് മാത്രം ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അന്ന് ആ സമയത്ത് ബാനർജി ഒറ്റയ്ക്കായിരുന്നു ഈ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ പാടുന്നത്. അവനുള്ളായിരുന്നു പാടാൻ. അതിനു മുമ്പേ ബാനർജി എനിക്കറിയാം. ഞാൻ VHSക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ നാടക മത്സരത്തിന് നാടകം എടുക്കാമെന്ന് ഇവരായിരുന്നു. അപ്പോൾ അതിനകത്ത് തുടക്കം ആദിയില്ലല്ലോ എന്ന് പറയുന്ന പാട്ട് പാടി നാടകം തുടങ്ങുന്നത്, ഞങ്ങൾ എൻട്രി ആവുന്ന സ്റ്റേജിലേക്ക്. അങ്ങനെ ഞാനും ബാനർജി, സുധി, ഞങ്ങൾ കുറേ, ശശീന്ദ്രബാബു, ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ഒരുമിച്ച് ഞങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ അന്ന് ജീപ്പൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിരളിലെണ്ണാവുന്ന നാടൻപാട്ട് സംഘമൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഡൈനാമിക് ആക്ഷനിൽ നിന്ന് മാറിയതിന് ശേഷം കുട്ടുപ്പസാറ് തായില്ലോ എന്ന് പറയുന്നൊരു ടീം ഫോം ചെയ്തു. കരിന്തലക്കൂട്ടമുണ്ട്, പിന്നെ പാലക്കാട് ടീമുണ്ട്. അങ്ങനെ വിരളിലെണ്ണാവുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 സംഘത്തിനകത്തേ ഉള്ളൂ അന്ന്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ യുവാക്കളിൽ നിന്ന് ഈ മേഖലയിലേക്ക് വരുന്ന 2 വ്യക്തികളായിരുന്നു ഞങ്ങളെന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അന്ന് കുട്ടുപ്പസാറൊക്കെ ഭയങ്കരമായ പ്രോഗ്രാം മൊത്തത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതെ അതെ. ഞാൻ കുഞ്ഞുനാളിൽ ദൂരദർശനില് കുറേ ഫോറിനേഴ്സ് ഇരിക്കുന്നു, അവരുടെ മുന്നിൽ ഒരു വെള്ള ജുബ്ബ ഇട്ടൊരു 4-5 കലാകാരന്മാർ വേർത്തൊലിച്ച്, അന്ന് ഇതുപോലെ ക്യാമറയും മേക്കപ്പ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നാടൻപാട്ട് പാടുകയാണ്. ആദ്യമായിട്ട് ഞാൻ നാടൻപാട്ട് കേൾക്കുന്നത് ദൂരദർശനില്ല. അപ്പോൾ പാടുന്നൊരു കലാകാരനെ ഞാൻ ശ്രദ്ധിച്ചു. വളരെ മെലിഞ്ഞ ഒരു കലാകാരൻ, മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് അത് ബാനർജി എന്ന വലിയൊരു കലാകാരനാണ്. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹം. ബാനർജിയായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാനർജിയായിട്ട് എനിക്കൊരു ഏകദേശം ഒരു 95-99 മുതലുള്ള സൗഹൃദമായിരുന്നു ഉണ്ട്. ബാനർജിയുടെ പേരിൽ ഇപ്പോൾ ഒരു സ്ഥാപനം, അതെ അതെ അതെ, അത് ഭരണിക്കാവ് കേന്ദ്രമാക്കിയാണ് സ്ഥാപനം. അപ്പോൾ ഒരു 58 സെന്റ് വസ്തുവിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വസ്തു സ്വന്തമായി എഴുതിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഒരുപാട് നാടൻപാട്ടുകൾ ഇന്ന് കേരള ജനതയുടെ ഉള്ളിലുണ്ട്, പാടിപ്പതിഞ്ഞ പാട്ടുകൾ. ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാവരുടെ ഉള്ളിലേക്ക് ബ്ലാസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് നാടൻപാട്ട് സംഘങ്ങളുമുണ്ട്. മത്തായിയുടെ നാടൻപാട്ട് ടീമിന്റെ പേരാണ് പാട്ടുപുര ശാസ്താംകോട്ട. അതെ, ഒരുപാട് പാട്ടുകളുണ്ടെങ്കിൽ മത്തായിക്ക് പാടണം, എപ്പോഴും പാടണം എന്ന് തോന്നാറുള്ള സ്റ്റേജിൽ ഈ പാട്ട് എനിക്ക് പാടണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടേതാണ്. MN തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കറുകച്ചാലുള്ള അദ്ദേഹം എഴുതി കുട്ടപ്പമാഷ് ഈണം പകർന്നൊരു പാട്ടാണ്. ലിറിക്കും ഭയങ്കര നല്ല രസമുള്ള ഒരു മ്യൂസിക്. അതാ ഞാൻ മിക്കപ്പോഴും അതെൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന ടീമിൽ അംഗങ്ങൾ എപ്പോഴും തന്നെ വഴക്ക് പറയാറുണ്ട്, നീ എന്ത് പറഞ്ഞാലും ഉടനെ നീ അത്തം പൂത്തിറങ്ങി. കാരണം അതിൻ്റെ ഒരു രസമുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെലഡിയാണ് അത്. അത്തം പൂത്തിറങ്ങി താരാഞ്ഞടിപ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പൂക്കും പോലെ. അത്തം പൂത്തിറങ്ങി താരാഞ്ഞടിപ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പൂക്കും പോലെ.
ചെമ്മാനപ്പൂവിറുപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞ് ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനും. ചെമ്മാനപ്പൂവിറുപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞ് ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനും. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടെന്നു തന്തോയിപ്പ, കൂട്ടക്കുരവയുണ്ട് താരാ ഒട്ടേറെ കോശമുണ്ട്. തിത്താം തെയ്തകാരാ തെയ്തകതാരാ തിത്താം തെയ്തകാരാ തകതെയ്യത്തിനുന്തകാരാ 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 തകതെയ്യത്തിനുന്തകാരാ. ഏത് ഷോ നടന്നാലും, ഉദാഹരണത്തിന് ബാൻഡ് ആകാം, ഗാനമേള ആകാം, പിന്നണി ഗായകരുടെ പ്രോഗ്രാം ആകാം, അതിൽ നാടൻ പാട്ട് പാടാത്ത കലാകാരന്മാരില്ല. ഇപ്പം നാടൻ പാട്ട് ഭയങ്കര ആൾക്കാർ, റെമി ടോമി ആണെങ്കിലും സ്റ്റീഫൻ ദേവസി ആണെങ്കിലും ഇവിടുത്തെ ബാൻഡുകളാണെങ്കിലും എല്ലാം എടുക്കുന്നത് ജനങ്ങളുടെ ഉള്ളിൽ ഏറ്റവും ട്രെൻഡായിട്ട് വരുന്ന നാടൻ പാട്ടാണ്. ശരിയല്ലേ? അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ നാടൻ പാട്ടിനെ സെലക്ട് ചെയ്യാൻ കാര്യം? നാടൻ പാട്ടിനെ സെലക്ട് ചെയ്യാൻ ഓൾറെഡി നമ്മളെല്ലാം എല്ലാവരും ജന്മന തന്നെ എല്ലാവരിലും ഒരു ബേസിക് ഋതുമുണ്ട്, ബേസിക് സംഗീതമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെണ്ടമേളം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഷൂവിനകത്തൂടെ തള്ളവരലിൽ താളം പിടിക്കാതെ പോകത്തില്ല. അതാണ് ആ ട്രഡീഷണൽ താള മ്യൂസിക്കിന്റെ അല്ലെ ആ ഋതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരിലും ആ ട്രഡീഷണൽ മ്യൂസിക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥതലങ്ങളും അതിന്റെ വൈകാരികതയൊക്കെ വേറെ ആയിരിക്കാം. കുറേ അനുഭവങ്ങളും കുറേ ആൾക്കാരുടെ ജീവിതവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിറഞ്ഞതായിരിക്കാം. പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ കഷ്ടപ്പാട് ദുരിതവും ഒക്കെ പറയുന്നത് എപ്പോഴും സിമ്പിളായിട്ടുള്ള ലിറിക്കിലൂടെയാണ്. നമുക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. അതിന്റെ ലിറിക് ഒരുപാട് പറയുന്ന പാട്ടുകളുണ്ട്. അതെ, സ്വതന്ത്രമായി സംസാരിക്കാൻ, പ്രതികരിക്കാൻ, വർത്തമാനം പറയാൻ, ഉച്ചത്തിൽ പാടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാർ, കുറേയേറെ മനുഷ്യർ അവരുടെ പ്രതിഷേധത്തെ, അവരുടെ പ്രത്യാശയെ, അവരുടെ സ്വപ്നത്തെ, അവരുടെ ലക്ഷ്യത്തെ, സങ്കടങ്ങളെയൊക്കെ അവർ പാടി അതെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഒരു തലമുറ ഇവിടെ ഉണ്ടാവും ഇത് പാടി പ്രചരിപ്പിക്കാൻ. അന്ന് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ വേഷവിധാനങ്ങളോടുകൂടി, ആ കാലഘട്ടത്തിൻ്റെ എല്ലാ പകിട്ടോടും കൂടി ഈ പാട്ടുകൾ പാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാകാം. അവർ സ്വപ്നം കണ്ടിരിക്കാം. ഞാൻ അടുത്തിടയ്ക്ക് ഒരു ടീമിനെ കണ്ടു. ഇത് നാടൻപാട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മുണ്ടും ഒരു ജുബയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ഷൂസും പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സുകളെല്ലാം ഞാൻ മോഡേൺ ആയിട്ടുള്ള, പക്ഷെ അതും ഇന്നത്തെ തലമുറ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായും പിള്ളേരെല്ലാം ആടി തിമിർക്കുക അത് കാണുമ്പോൾ. ഇപ്പോഴുള്ള സിനിമകളിലെല്ലാം നാടൻ പാട്ടിനെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. ഉദാഹരണം എള്ളുള്ളേരി എള്ളുള്ളേരി, അതുപോലെ തന്നെ ഒരു ട്രെൻഡ് പോലെ എല്ലാ സിനിമകളിലും ഒരേ പാട്ടുകൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്ത് തോന്നുന്നു? നല്ലതാണ്. ഒന്ന് നമ്മൾ അത് മുഖ്യധാരയിലേക്ക് വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന പാട്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കരെ എന്നാണ് പാടുന്നത്. ശരിക്കും അതിന്റെ ലിറിക്ക് തെറ്റാണ്. പിന്നെ അതിന്റെ ശരിക്കുള്ള ലിറിക്ക് എന്ന് പറയുന്നത് എവളുള്ളേരി മാണിനാഗർ എന്നാണ്. ഇത് ഭാഷ ഏതാ? ഭാഷ ഇത് കന്നഡയും മലയാളവും മിക്സ് ചെയ്ത മാവിലർ സമുദായത്തിന്റെ, കാസർഗോഡ് മാവിലർ സമുദായത്തിന്റെ മംഗലംകളിയുമായി ബന്ധപ്പെട്ട പാട്ടാണ് ഈ എവളുള്ളേരി മാണിനാഗർ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എവിടെയാണ് മാണിനാഗർ എന്നാണ്. മാണിനാഗർ എന്ന് പറയുന്ന ഈ മാവിലർ സമുദായത്തിലെ ആരോഗ്യ ദൃഢഗാത്രനായ വലിയൊരു അധ്വാനിയായിരുന്നു. അന്നത്തെ സമയത്ത് പുള്ളി അടിമച്ചന്തയിൽ വിറ്റതാണ്. പുള്ളി അതായത് 8-9 പേരുടെ പണി പുള്ളി ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. പുള്ളി അടിമച്ചന്തയിൽ വിറ്റതാണ്. പുള്ളി ഒരു മടുപ്പുമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചന്തകളിൽ നിന്ന് ചന്തകളിലേക്ക് വിറ്റുപോയൊരു മനുഷ്യനാണ് ഈ മാണിനാഗർ. ഈ മാണിനാഗർ ഈ മാവുലർ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മാവുലർ സമുദായത്തിലുള്ള സതീഷ് എന്ന് പറയുന്നൊരു സുഹൃത്ത് ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ, പ്രായം അറിയിച്ചു കഴിഞ്ഞാൽ ഈ ആങ്ങളെ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്, കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് മാണിനാഗരില്ല. അപ്പോൾ ഈ മാണിനാഗരെ അന്വേഷിച്ചുള്ള യാത്രയാണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം. എവിടെയാണ് മാണിനാഗർ? വീരാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ചന്ത, പേട്ട മീൻസ് ചന്ത, വീരാത്ത് പേട്ട കാണും, ഇന്നടത്ത് കാണും, ഇന്ന ചന്തയിൽ കാണും, ഇന്ന സ്ഥലത്ത് കാണും. അവർ പറയുന്നുണ്ട് മാണിനാഗരെ നീ അവൾക്ക് എണ്ണ മേടിച്ചു കൊടുക്കേണ്ടത് നീയാണ്, മഞ്ഞൾ മേടിച്ചു കൊടുക്കേണ്ടത് നീയാണ്. അപ്പൊ നീ ഇവിടെ ഇവരിങ്ങനെ അന്വേഷിച്ചിട്ട് അവസാനം ഇവർക്ക് തന്നെ ഇവരോട് വല്ലാത്ത പ്രതിഷേധം
ഇവർക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാടെ വന്നിട്ട് അന്നത്തെ ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇവർക്ക് എവിടെയാടാ ഞങ്ങളുടെ മാണിനാഗർ കൊണ്ട് താന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ പുറത്തിങ്ങനെ അടിച്ചിട്ട് സ്വന്തം ശരീരത്തെ നോവിച്ച് പ്രതിഷേധം അറിയിക്കുന്ന കളിയുടെ പിൻപാട്ടാണ് ഈ എവളുള്ളേരി മംഗലം കളിയുടെ മാവിലർ മംഗലം കളിയുടെ പിൻപാട്ടാണ്. ഇത്രയും വലിയൊരു ചരിത്രം എന്റെ ഈ പിന്നിലുള്ള പാട്ടിന് എല്ലാവരും വന്നിട്ട് എള്ളുള്ളേരി മാണിനങ്കേരി ശരിക്കും നമ്മൾ ഈ ട്രഡീഷണൽ ഫോക്കിനെ സിനിമയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന്റെ ലിറിക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറിപ്പോകും. ശരി, ഇതുപോലെ ഓരോ പാട്ടിനും ഓരോ ചരിത്രങ്ങളുണ്ടാവും. പിന്നെ എല്ലാ പാട്ടിന്റെ പിന്നിലും ചരിത്രങ്ങളുണ്ട്. ചരിത്രമില്ലാത്ത ഒരു പാട്ട് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് അവർ കളിക്കുന്ന സമയത്ത് പാടുമ്പോൾ പോലും അവർക്ക് അന്ന് ഒരു പക്ഷേ അവരനുഭവിച്ച ഒരു എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ ബേസിലായിരിക്കും അവർ ആ പാടുന്നത്. അപ്പൊ അവർ സ്വന്തം ശരീരത്തെ നോവിച്ചുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുക. ഈ മണിനാഗരോട് ചെയ്ത ആ ചെയ്തിക്കെതിരെ അത്ര ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പ്രതിഷേധിക്കാനേ കഴിയുള്ളൂ. അതുള്ളൂ, തീർച്ചയായിട്ടും. അല്ലാതെ അവർക്ക് സമരം നടത്താനോ പിന്നെ സത്യാഗ്രഹം ഇരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ സങ്കടവും ദേഷ്യവും ഒക്കെ അവർ സ്വന്തം ശരീരത്തിൽ അതെ, അതാണ് പാട്ടിന്റെ ഇതിവൃത്തം. അപ്പൊ നമ്മളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്കെല്ലാം ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ചീത്തയുമായ അനുഭവം, ചീത്തയുണ്ടാവും, നല്ലതുണ്ടാവും, ചിരി തോന്നുന്നുണ്ടാവും. ഇത് ഞാൻ ചോദിക്കാറുണ്ട്, അത് മുടക്കുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ പ്രോഗ്രാം? ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ട്, സങ്കടത്തിന്റെ അനുഭവം. ആദ്യം സന്തോഷം പറ. അതെ, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് ഇറങ്ങുന്ന ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് കുട്ടുമ്പ സാറ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുട്ടുമ്പ മാഷിനോടൊപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എൻ്റെയും ബാനർജിയുടെയും വലിയ ആഗ്രഹമായിരുന്നു. അതായത് ഒരു പാട്ടുകാരൻ ദാസേട്ടനോടൊപ്പം പാടണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കുട്ടുമ്പ മാഷിനോടൊപ്പം. പുള്ളി അതല്ല ഇതിൻ്റെ ലെജൻഡ്. അങ്ങനെ ബാനർജി അവിടെ അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നാടോടിയിൽ ഞാനായി. അങ്ങനെ ബാനർജി ഫൈൻ ആർട്സിൽ എക്സാം ടൈമിൽ ബാനർജിക്ക് പകരം എന്നെ അവിടെ നാടൻ പാട്ടിലേക്ക് സാറിനോട് തായില്യത്തിലേക്ക്. അന്നത്തെ കലാഭവനായിരുന്നു തായില്യം. അതെ, ഞങ്ങളൊക്കെ വിമകലയിൽ കലാഭവനിൽ കയറണമെന്ന് പറയും പോലെ നാടൻപാട്ടിന്റെ കലാഭവനായിരുന്നു കുട്ടമ്പാട്ടിന്റെ തായില്യം. നാടോടി എന്ന് പറഞ്ഞ കുഞ്ഞു ട്രൂപ്പിൽ നിന്ന് മത്തായി അങ്ങനെ തായില്യത്തിൽ ബാനർജിക്ക് പകരം ബാനർജി എന്നെ കുട്ടുമാഷിനോടൊപ്പം. ശരി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സാറിനോടൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ദിവസം സാറ് വിളിച്ചിട്ട്, അവിടെ മദ്രാസിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, പോകണം. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. ഞങ്ങൾ തലേന്ന് സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറുന്നു. അപ്പം സാറിൻ്റെ കൂടെ പ്രോഗ്രാമിന് പോവുകയാണെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിചാരം. മദ്രാസിൽ പരിപാടിക്ക് പോവുക, ആദ്യമായിട്ട് ഈ കേരളം വിട്ട് പരിപാടിക്ക് പോവുക. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാറിത് എന്തിനാ പോകുന്നതെന്നൊന്നും ആരോടും പറയുന്നില്ല. ഞാനുണ്ട്, സാറുണ്ട്, പിന്നെ സാറിൻ്റെ മകനുണ്ട്, 2 ഫീമെയിലുണ്ട്, ബാനർജി ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരോടാണ് പോകുന്നത്. അപ്പം അവിടെ ചെല്ലുന്നു, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വണ്ടി വരുന്നു, ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നു, ഫ്രഷ് ആകുന്നു. 9 മണിയായപ്പോൾ വേറൊരു വണ്ടി വരുന്നു, ഞങ്ങൾ നേരെ കോടമ്പക്കത്ത് വരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നു പ്രസാദ് സ്റ്റുഡിയോ. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പം അവിടെ ഒരു ഗ്രൂപ്പ് റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പ്രോഗ്രാം അല്ല, ഇത് റെക്കോർഡിങ്. ഈ പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ള ടൈറ്റിൽ സോങ്ങിൻ്റെ എന്തെങ്കിലും റെക്കോർഡിംഗ് ആയിരിക്കാം. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുറേ സിംഗേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. അസിസ്റ്റൻറ്റുകൾ പാട്ട് പറഞ്ഞു തരുന്നു, ഞങ്ങൾ പാടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വൈറ്റ് ഒരു പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഒരു മനുഷ്യൻ വരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു വെള്ള മുണ്ടും ഒരു വെള്ള ജുബായും ഇട്ട് നിറച്ച ദീക്ഷയൊക്കെയുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ മുന്നിൽ കിടങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ ബാനർജി എടുത്ത് ചോദിച്ചു, ഡവേ ഈ പുള്ളിയെ നല്ല പരിചയമുണ്ടല്ലോ. ബാനർജി പറഞ്ഞാൽ നല്ല പരിചയമുണ്ട്. അപ്പോഴത്തേനും പുള്ളി പാസ് ചെയ്ത് അദ്ദേഹം. ബാനർജി ഇളയരാജ സാറല്ലേ? അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സോങ്ങിന്റെ ഗ്രൂപ്പ് പാടുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി കാണാം. ഞങ്ങൾ തേവൊക്കെ പെരുത്ത് ഒരുമാതിരി തീർത്ത്. കാരണം ആ മനുഷ്യൻ അത്രയും ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ട് കാണുക. നമ്മൾ പാട്ടുകൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പാടണോ ഇറങ്ങി ഓടണോ വേറൊരു അവസ്ഥയായിപ്പോയി. അത് അന്ന് ഈ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഇപ്പോഴും മനസ്സിൽ ആ ഫ്രെയിം ഇപ്പോഴും ഉണ്ട്. ആ ഒരു ചിത്രം ഞങ്ങളെ കേരളത്തിൽ നിന്ന് ആ ഒരു സോങ്ങിന്റെ അമ്പും കുമ്പും കുമ്പപ്പാട്ടിൽ തന്തന്താരേ തപ്പും തൊടിയും താനാനാനെ താനാനാനെ. അത് അതിന്റെ ലീഡ് പോർഷൻ പാടിയേക്കുന്നത് രാജാ സാറും മഞ്ജരിയുടെ. അതിന്റെ ആ ലീഡ് പോർഷൻ ഏറ്റു പാടിയേക്കുന്നത് ആ ഒരു സോങ്ങിന് വേണ്ടി മാത്രമായിരുന്നു ഞങ്ങൾ കേരളത്തിൽ നിന്ന് പുള്ളി ഈ ഗ്രൂപ്പ് പാടാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചത്. അല്ലാതെ തമിഴ്നാട്ടിൽ ഇത് കോഴ്സ് ചെയ്യാൻ ആൾക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ
മാഷിന്റെ ടീം തന്നെ പാടണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചു. അത് വല്ലാത്തൊരു അനുഭവമായി. അതൊരു സന്തോഷം നിറഞ്ഞൊരു സന്തോഷം. ഇനി സങ്കടം. രണ്ടാമത്തെ സങ്കടം, അതായത് നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്ത വർഷമുണ്ട്, ഒരു ഓണം. അപ്പം റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിലാണ് ഒരു ഔട്ടത്തിൻ്റെ പരിപാടി കൊല്ലത്ത്, ഒരു സ്ഥലത്ത് കരിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് ഫസ്റ്റ് പരിപാടി. സെക്കൻഡ് സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, ചെങ്ങന്നൂർ പ്രദേശമാണ്. ഡബിൾ പ്രോഗ്രാമാണോ? ഡബിളാണ്. അപ്പം നമ്മളൊരു ഫ്രണ്ട് മുഖാന്തരമാണ് ഈ സെക്കൻഡ് വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് ബാനർജി ഞങ്ങൾ ഒരുമിച്ച് കനൽ എന്ന് പറയുന്നൊരു ടീമുണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്യുന്ന സമയം ബാനർജി ചന്ദ്രമയുടെ ഇത് ക്ലബിൻ്റെ പരിപാടിയാണ്, എപ്പോൾ തുടങ്ങും എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം നമുക്ക് ആലോചിക്കാം, നിങ്ങൾ ഫസ്റ്റ് പരിപാടി തന്നെ നമുക്ക് നടത്താം അടുത്ത പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളത് കാര്യമാക്കണ്ട, നിങ്ങൾ ഈ പ്രാവശ്യം രണ്ടാമത്തെ പരിപാടിയെക്കുറിച്ച് ആലോചിക്കേണ്ടത് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങളൊരു 1 മണി 1:30 ആകുമ്പോഴത്തേന് നിങ്ങൾ വന്നാൽ മതി, ഞങ്ങൾ അതുവരെ ഹോൾഡ് ചെയ്തോളാം. ആ ധൈര്യം കൊടുത്ത് ഞങ്ങൾ കൊല്ലത്ത് കരിക്കോടിയല്ലേ. അപ്പോൾ ഈ റിയാലിറ്റി ഷോ അന്ന് ഇറങ്ങി കേരളത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം, അവിടെ ചെന്ന് നമ്മളൊരു പ്രോഗ്രാം സൈറ്റിൽ ചെന്ന് നമ്മുടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ മസിൽ പിടിക്കാനൊന്നും പറ്റത്തില്ല. അന്നത്തെ സാഹചര്യത്തിലും ഇപ്പോഴും മസിൽ പിടിക്കാൻ പറ്റത്തില്ല, ആൾക്കാർ വാരി അലക്കും. അവിടെ റിയാലിറ്റി ഷോയുടെ മത്സരം നടക്കും. എവിടെ? ഈ ക്ലബിൽ. അതിൻ്റെ മത്സരം 3 ജഡ്ജൊക്കെ ഇരുന്ന് അഭിപ്രായം പറയുന്നത് അതിൻ്റെ മത്സരം നടക്കും. ഞങ്ങൾ അവിടെ പരിപാടി തീരേണ്ട സമയത്ത് ഞങ്ങളവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്ക്. പിന്നെ എനിക്ക് ഊഹിക്കാൻ പറ്റി. തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ പൊട്ടുമാറാണ് മിസ് കോൾ വന്ന് കിടക്കും. അവിടെ തിരിച്ച് ഞങ്ങൾ കരുനാഗപ്പള്ളി പുട്ടുകടയുടെ അവിടെ വന്ന് സൗണ്ടൊക്കെ ചങ്ങനാശ്ശേരി എന്താ വരുന്നത്. ബാനർജി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ അവിടെ പോകാൻ നമ്മൾ പ്രോഗ്രാം എഗ്രിമെൻ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ പോകാൻ ബാധ്യസ്ഥരാണ്, പോയേ പറ്റത്തുള്ളൂ. അവർ 2 തന്നാലും മേടിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ അവരുടെ അടുത്ത് വടക്കോട്ടിരിക്കുകയാണെങ്കിൽ പ്രമാണം പണയം വെച്ചാൽ പോലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയാം. അങ്ങനെ തീരുമാനം എടുത്ത് പോകുന്നില്ല. 5 മണിയായി അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? 5 മണിക്കൊന്നും പോകരുത്. ഒന്നാമതായി തൊട്ടപ്പുറത്തോട്ട് 6 പോകും, അവർ അടിച്ചെടുത്ത് ആറ്റിക്കളയും. അപ്പം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ബാനർജി അവരെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ സാഹചര്യം പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് പ്രോഗ്രാം ചെയ്യണം തൊട്ടടുത്ത ദിവസം. അപ്പം പിറ്റേന്ന് വിളിച്ചപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ അടുത്ത ദിവസം പ്രോഗ്രാം ചെയ്യണം 7 മണി. ഓക്കെ, സമ്മതിച്ചു. അപ്പം ഞങ്ങൾ മാനസികവും ശാരീരികവുമായി ഞങ്ങൾ സജ്ജരായി, എന്ത് സംഭവിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ. അപ്പോൾ ഈ കൊടുങ്കാറ്റിന് മുമ്പുണ്ട് കടലിങ്ങനെ ഉൾവലിഞ്ഞു, എന്ത് സംഭവിക്കാം, ഇതെന്താ ലേറ്റ് ആകുന്നതെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ബൈജു ആണെന്ന് തോന്നുന്നു, ഫോണിൽ ചെറിയൊരു ഫോൺ ഉണ്ട്, അത് നോക്കിയുടെ ഒരു ഫോൺ. പുള്ളിക്ക് എന്തോ ഒരു കോള് വന്ന് പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഒരാൾ വന്നു കൈക്ക് ഒരു ഒറ്റയടി ഫോണിങ്ങനെ കറങ്ങി ഒരു മിറ്റിൽ കൂനയ്ക്കകത്ത് കയറി 2ആയിട്ട് പൊളന്ന്. പിന്നെ എൻ്റെ പൊന്നും മനേട്ട, പിന്നെ 7 വെള്ളത്തിൽ കുളിച്ചാൽ അതിൻ്റെ വാട മാറത്തില്ല, അതേപോലുള്ള തെറിയാണ് വിളിക്കുന്നത്. മുഖത്ത് നോക്കി 4 മണിക്കൂറൊന്ന് പാടി. എന്നിട്ട് വെള്ളം പോലും നമുക്ക് ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം. ചോദിച്ച അപ്പം തെറിയാ. എവിടെ സ്ഥലം? ഞാൻ പോണില്ല. പിന്നെ എന്നിട്ട് അതോ അച്ഛനും അമ്മയ്ക്കും മാത്രം നല്ല മനോഹരമായി തെറി, ഭയങ്കര. ഇപ്പോഴും അത് അന്ന് നമ്മളെ 2 അടി അടിച്ചാലും നമുക്ക് അത്രയും സങ്കടം വരത്തില്ലായിരുന്നു. പക്ഷെ നമുക്കൊന്നും പറ്റാത്തൊരു സാഹചര്യം. നമ്മൾ വേറൊരു ദേശത്ത് നിന്ന് നമ്മൾ പരിപാടിക്കായിട്ട് ചെന്ന് നമ്മളവിടെ പ്രതികരിക്കാനോ തിരിച്ച് തിരിവിളിക്കാനോ പറ്റാത്തൊരു സാഹചര്യം. കേൾക്കുക എന്നുള്ളതല്ലാതെ പിന്നെ നമ്മളുടെ സാഹചര്യം പറഞ്ഞിട്ട് പോലും അവരത് മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ 1-2 തവണ പരിപാടിക്ക് ബാനർജിയെ തന്നെ വിളിച്ചായിരുന്നു. അതിലെ ബസ്സിന് പോയാൽ തന്നെ കണ്ണടച്ചിരിക്കുമല്ലേ? ബാനർജിയെ തന്നെ വിളിച്ചായിരുന്നു 2 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ ബാനർജി എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അവരോട് ചോദിക്കാവുന്നു, എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് ബാനർജി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഇന്നുപോലെ ആ സ്ഥലത്തുനിന്ന് പരിപാടിക്ക് വിളിച്ചപ്പോൾ പോയി ചെയ്യരുത്. ഞാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇല്ല, നിങ്ങൾ പോകുന്നേ പൊക്കോ, എനിക്ക് എന്തോ അതങ്ങോട്ട് പറ്റുള്ള. പിന്നെ പോയിട്ടില്ല ഞാനവിടെ. അത് മാനസികമായിട്ടൊരു വിഷമം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതൊരു കലാകാരനും ഉണ്ടാവും. ഈ അടുത്തിടയ്ക്കും അതുപോലെ തന്നെ ഈ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പരിപാടിക്ക് എന്നിട്ട് നമ്മൾ ഈ ഒരു സംഗീതമായിട്ട് ആസ്വദിച്ചാൽ പോരെ. ക്ഷേത്രത്തിൽ എന്തിന്, അതായത് ഒരു മുസ്ലിം ചുവയുള്ള ഒന്നാനാം നല്ലൊരു ഇളം കവുങ്ങി അങ്ങനെ ഇലവിരിച്ചാടണ പാക്കവും ഇന്തല പൂത്ത പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ആ ഒരു ഈണത്തിലുള്ള ഒരു പാട്ട് പാടിയ ഒരു പുള്ളിക്കാരൻ വന്ന് വൻ പ്രശ്നം. ഭയങ്കര രസകരമായിട്ട് പരിപാടി പോയിക്കൊണ്ടിരുന്ന 1 മണിക്കൂറിനകത്ത് വെച്ചിട്ട് പരിപാടി സ്റ്റോപ്പ് ചെയ്യേണ്ട പോലീസ് അപ്പോഴത്തേനും ടൈം കഴിക്കും. ഇപ്പം ഈ 10 മണി 11 മണിക്കകത്ത് വൈൻഡപ്പ് ചെയ്യണമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിയമം ഉണ്ടല്ലോ. അപ്പോൾ അവരൊന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളുടെ ടൈം
ഞാൻ പറയാം സാറേ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ചില പ്രോഗ്രാം സ്ഥലങ്ങളിൽ ഇങ്ങനെ ചില ആളുകളുണ്ട്, സംഗീതത്തെ സംഗീതമായിട്ട് ആസ്വദിച്ചു. അവർക്കത് അങ്ങനെ കാണാൻ പറ്റില്ല, അവർക്ക് അവിടെ ഒരു വിഷയം ഉണ്ടാക്കണം. അതെന്തിനാ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി 90% ആളുകൾക്ക് ഒരു കുഴപ്പമില്ല, അവന്റെ ഒരു ആത്മസംതൃപ്തി പുറകിൽ വന്ന് പ്രകടിപ്പിക്കും. അതെ, വൻ പ്രശ്നമായിരുന്നു. പരിപാടി നിർത്തി. ഈ നാടൻപാട്ട് അടുത്ത കാലത്ത് ഇങ്ങനെ ജനകീയമായപ്പോൾ എല്ലായിടത്തും നാടൻപാട്ട് സംഘങ്ങൾ അടിപൊളിയായിട്ട് ജനങ്ങൾ തുള്ളി മറിയുകയാണ്. അല്ല, ആർക്കും എങ്ങനെയും ഏത് സമയത്തും പാടാൻ പറ്റുന്ന ഒരു സാഹിത്യശാഖയാണെന്നുള്ളൊരു മിഥ്യാധാരണ പൊതുവെ ഇപ്പോൾ ഉണ്ട്. അതിന് ശ്രുതി വേണ്ട, താളം വേണ്ട ഒരു തെറ്റായ ധാരണയുണ്ട്. അത് ശരിയല്ല. ഏത് പാട്ടിനായാലും കൃത്യമായ ശ്രുതിയും താളമുണ്ട്. നാടൻ പാട്ടായാലും അല്ലാത്ത പാട്ടായാലും ഒരാൾ കമ്പോസ് ചെയ്ത പാട്ടായാലും അതിന് ശ്രുതിയുണ്ട്, താളമുണ്ട് എന്ന് പറയുന്നത് പോലെ നാടൻ പാട്ടും കൃത്യമായ ശ്രുതിക്കും താളത്തിലും പാടിയേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ ലിറിക്കും കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വേണം പാടാൻ. ഈ നാടൻ പാട്ടിൽ എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ശരിക്കും നമ്മളൊരു വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത്, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ശരിക്കും പാട്ടുകാരാക്കുന്നത് എനിക്ക് പിന്നിൽ നിന്ന് പാടുന്ന ഈ ഗ്രൂപ്പ്, എൻ്റെ പിന്നിൽ നിന്ന് കൊട്ടിത്തരുന്ന ആ ഓർക്കസ്ട്രക്കാർ, ഇവരാണ് എന്നെ ശരിക്കും പാട്ടുകാരാക്കുന്നത്. ഇവർ ഈ പിന്നിൽ നിന്ന് പാടുന്ന 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് എൻ്റെ പാട്ടിനെ വഴിതെറ്റിക്കാൻ പറ്റും. ഞാൻ പാടിക്കൊടുക്കുന്ന ശ്രുതിക്ക് കൃത്യമായി അവരതിൻ്റെ കോറസ് പാടിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ പിന്നെ ലീഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഞാൻ മറിഞ്ഞു പോകും, ഞാൻ മൊത്തത്തിൽ അവതാളത്തിലായി. ശരിക്കും നാടൻ പാട്ടിൽ ശരിക്കും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഈ പ്രശംസ മൊത്തം അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. പക്ഷേ ഈ ശരിക്കും നാടൻ പാട്ടിൽ ഈ പ്രശംസ കിട്ടേണ്ടത് ഈ പിന്നിൽ നിന്ന് പാടുന്നവർ, നമ്മുടെ ഗ്രൂപ്പിനാണ് ശരിക്കും പ്രശംസ കിട്ടേണ്ടത്. ജനങ്ങൾ പെട്ടെന്ന് ഇപ്പം എന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ എൻ്റെ അടുത്ത് മൊത്തമായി നന്നായിരുന്നു, ഗംഭീരമായിരുന്നു പാട്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഈ ഓഡിയൻസിനിടയിൽ ഒരു മുഷിഞ്ഞ വേഷത്തിലിരിക്കുന്ന ഒരു 1-2 പേരുണ്ടാവും. ഈ സൗണ്ട് കൺസോൾ, അവർ ചിലപ്പം മുഷിഞ്ഞ വേഷത്തിലായിരിക്കാം. ഒരു സൗണ്ട് എഞ്ചിനീയറെ സംബന്ധിച്ച് അയാൾ ഒരു പാട്ടുകാരനായിരിക്കണം. ആ വേദിയിൽ എത്ര ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ ആ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള മനുഷ്യനായിരിക്കും. കീബോർഡിൻ്റെ ടോൺ അങ്ങനെയാണ്, ഡ്രമ്മിൻ്റെ ടോൺ അങ്ങനെയാണ്, തകലിൻ്റെ ടോൺ അങ്ങനെയാണ്, ചെണ്ടയുടെ ടോൺ അങ്ങനെയാണ്, തബലയുടെ ടോൺ അങ്ങനെയാണ്, ബേസ് ഗിറ്റാറിൻ്റെ ടോൺ അങ്ങനെയാണെന്നൊക്കെ വളരെ കൃത്യമായി ധാരണയുള്ള മനുഷ്യനായിരിക്കും. നമ്മുടെ ശബ്ദത്തിനെ വളരെ കൃത്യമായി മിക്സ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ പ്രശംസയെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ആരോടും പരാതിയില്ലാതെ അവർ അവിടെ ഇരിക്കും. നമ്മൾ ജസ്റ്റ് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ കൺസോളിൽ ചെന്നിട്ട് അവർക്കൊരു കൈ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല നമ്മളെ അതിനകത്ത് വയറ് അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നമ്മളുടെ പ്രോഗ്രാം നന്നായിരിക്കണം, നമ്മൾ നന്നായിരിക്കണം എന്നുള്ള ആ തികഞ്ഞ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അവർ നിൽക്കുന്ന വേഷം ചിലപ്പം പൊടിയും മണ്ണും ഒക്കെ നിറഞ്ഞ വേഷം, പിന്നെ 2 മണി മുതൽ 3 മണി മുതൽ നമുക്ക് വേണ്ടി അവർ ഇതെല്ലാം കെട്ടി നിൽക്കുകയല്ലേ. അപ്പൊ അവരെ ഒന്ന് കണ്ട് അവരെ ഒന്ന് വിഷ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം പലപ്പോഴും ചില ആർട്ടിസ്റ്റുകളൊന്നും ശ്രദ്ധിക്കാതെ അവരെ മറന്നു പോകുന്നു. തീർച്ചയായിട്ടും എന്നെ പാട്ടുകാരനാക്കുന്നതിൽ അല്ലെങ്കിൽ എനിക്ക് പ്രശംസ കിട്ടാൻ പാകത്തിൽ ഞാൻ മാത്രമല്ല, തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ വിയർപ്പുണ്ട്. ശരിക്കും നാടൻ പാട്ടിൽ പാട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നാടൻ പാട്ടിൽ യഥാർത്ഥ പാട്ടുകാരൻ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് പാടുന്ന ആളല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നിൽ നിന്ന് പാടിത്തരുന്നവരാണ് ശരിക്കുമുള്ള പാട്ടുകാർ. അവർക്കാണ് ശരിക്കും ആ പ്രശംസ കിട്ടേണ്ടത്. ശരി, പ്രേക്ഷകരാണല്ലോ റിയൽ കലാകാരന്മാർ. കലയെയും കലാകാരന്മാരെയും പ്രേക്ഷകരില്ലെങ്കിൽ പിന്നെ കലയും കലാകാരന്മാരും ഇല്ലല്ലോ. 9 മണിക്ക് പരിപാടി. ഞാൻ നേരത്തെയൊക്കെ ഈ പ്രോഗ്രാമിന് താമസിച്ച് അത്യാവശ്യം ലേറ്റായി പോകുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അച്ഛനുള്ള സമയത്ത്, അച്ഛൻ മരിച്ചു പോയി, ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ദിവസം ഇതുപോലെ ലേറ്റായി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് അച്ഛൻ തന്നെ ചോദിച്ചില്ല, അത് നീ വലിയ കലാകാരനായിരിക്കും ഒരു പക്ഷെ, എത്ര വലിയ കലാകാരനായാലും ജനങ്ങളില്ലെങ്കിൽ കലയുമില്ല, കലാകാരൻ. തീർച്ചയായിട്ടും നീ 9 മണിക്ക് പ്രോഗ്രാം എഗ്രിമെൻ്റ് ചെയ്ത് നീ അവിടെ 5 മണിക്ക് ചെല്ലണം. അവിടുത്തെ സംഘാടകരുടെ പ്രശ്നം കൊണ്ട് 9 മണി എന്നുള്ളത് 10 മണിയായാലും അത് പ്രശ്നമല്ല. നിന്നെ വെയിറ്റ് ചെയ്ത് അവർ മുഷിയിരുന്നു. അത് തന്നെയല്ല, നിൻ്റെ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ നിൻ്റെ ടീമിൻ്റെ പാട്ട് കേൾക്കാൻ വളരെ ആഗ്രഹിച്ചു വരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ നല്ലൊരു പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു വരുന്നത്. അവരെ മുഷിപ്പിക്കരുത്. അവരാണ് നിങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും അവരാണ്. ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മാസത്തെ പിന്നെ കഠിനാധ്വാനം. പിന്നെ ഓരോ വീടുകളും കയറി ഇറങ്ങി വാങ്ങുന്ന തുച്ഛമായ പൈസകൾ കൂട്ടിവെച്ചാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ആ സ്റ്റേജിൽ ചെന്ന് അത് അത്രയും ആത്മാർത്ഥതയോടുകൂടി വേണം. അതും കൃത്യസമയത്ത് നമ്മൾ ചെല്ലണം.
അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിന് താമസം ഉണ്ടാകുന്നെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കലും നിൽക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ തീരുമാനം വന്നു, 10 മണി വരെ മതി കലാപരിപാടികൾ, അതിനുശേഷം മൈക്ക് സെറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത്. എന്താണ് മത്തായിയുടെ അഭിപ്രായം? ശരിക്കും ആ തീരുമാനം പണ്ട് മുതലേ നിയമപരമായിട്ടുള്ളതാണ്. പക്ഷേ അത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പള്ളക്കടിക്കും. കാരണം ഒരു ക്ഷേത്രത്തിലാണ് പരിപാടിയെങ്കിൽ അവിടെ ക്ഷേത്ര ആചാരങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞല്ലേ നമുക്ക്. അതാണ് ഇപ്പോൾ ഒരു താലപ്പൊലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ ഈ താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് വീട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഒരു 8:30-9 മണിക്ക് അവൻ വന്നിങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ തുടങ്ങി വരുമ്പോഴേക്കും തീർന്നവരോ. അവര് പൈസ തരുന്നതിനും അതൊരു സങ്കടമാണ്, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തതിലും ഒരു സങ്കടം. ഒരു ടൈം കുറച്ചുകൂടെ നീട്ടി ഒരു 12 മണി വരെയൊക്കെ ആവാം. അതുവരെ സർക്കാർ അത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ ഒരു കാറ്റഗറി കലാകാരന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറി. കാരണം നമ്മൾ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായി തന്നെ പറഞ്ഞ സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും കലയും കലാകാരന്മാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചു ഇഷ്ടം പോലെ നമ്മൾ അതിനകത്ത് കൃത്യമായി കലാകാരന്മാരുടെ ഒരു കൈ ഇടപെടൽ ഉറപ്പായിട്ടുണ്ട്. അത് എഴുത്തിലൂടെ ആയാലും വരയിലൂടെ ആയാലും പാട്ടിലൂടെ ആയാലും അഭിനയത്തിലൂടെ ആയാലും തമാശയിലൂടെ ആയാലും ഒക്കെ കലാകാരന്മാരൊക്കെ അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് അവരുടെ ഒരു പ്രൊഫഷൻ ഇതായതുകൊണ്ട് അവർക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. മറ്റു ഇപ്പം സിനിമ ഇപ്പം ആക്ടേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് സിനിമയുണ്ട്. സ്റ്റേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കലാകാരന്മാരെന്ത് ചെയ്യും? അവർ പെട്ടുപോകും. തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം കൊണ്ടായിരിക്കും അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാകും. തീർച്ചയായും ഒരു പുനർചിന്തനം നടത്തുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഏതാണ് പുതിയ പടങ്ങളും കാര്യങ്ങളും ഒക്കെ? പുതിയ പടം റീസെന്റ് 2021 വളരെ പരാജയകരമായി പോയി കേട്ടോ. 2022 ഞാൻ ഏകദേശം ഒരു 12ഓളം സിനിമ പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയത് ജവാനും മുല്ലപ്പൂ, ഹിഗ്വറ്റ, ജാക്സൺ ബസാർ യൂത്ത്, കൊറോണ ധവാൻ. മദ്യപനപ്പാട്ട് ജിങ്ക ജിങ്ക ജിങ്കാലേ ജിങ്ക ജിങ്ക ജിങ്കാലേ ജിങ്ക 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 ജിങ്കാലേ നില്ലടി പെണ്ണെ നിന്നെ ഞാനൊന്ന് കണ്ടോട്ടെ, നീലപ്പാവാട വാങ്ങിത്തരാം പെണ്ണെ, നീ എൻ്റെ കൂടെ പോരടി പെണ്ണേ, നീ എൻ്റെ കൂടെ പോരടി പെണ്ണേ. അത് ഈണം കൊടുത്തത് ഞാൻ തന്നെ. സംഗീതം അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, എന്താണ് ഈ ജിങ്ക് ജിങ്ക് ജിങ്കാല? ചുമ്മാ ഒരു രസത്തിന്. അതായത് അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു ഷാപ്പിലെ സെറ്റപ്പാണിത്. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ഇരിക്കട്ടെ ഒരു ജിങ്ക് ജിങ്ക് ജിങ്ക. ഷാപ്പില് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം അവിടുത്തെ ടോട്ടൽ കലാകാരന്മാർ ഓൺ ദ സ്പോട്ടിൽ അവർ പാട്ടുകൾ ഉണ്ടാക്കി അപ്പൊ തന്നെ അവർ വായ്ത്താരിയൊക്കെ ചെയ്ത് ഒരു പാടുന്ന സെറ്റപ്പ് ആണല്ലോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒരു വിധത്തിൽ അങ്ങനെ ചെയ്തു. ഓക്കെ, മത്തായി താമസിക്കുന്നത് ശാസ്താംകോട്ടയ്ക്കടുത്ത് മലനട. അതെ, ശാസ്താംകോട്ടയ്ക്കടുത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ, ഹെവി പ്രോഗ്രാമുകൾ. മലനട. അതെ. ഫാമിലി? അമ്മ, അനിയൻ കണ്ണൂർ ആറളം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപനാണ്. ഓക്കെ, നാടൻ പാട്ട് കാറ്റഗറി ചെയ്തപ്പെട്ട ഒരു കലാരൂപമായിട്ട് തോന്നുന്നുണ്ട്. ചിലവർക്ക് ഒരു മിഥ്യാധാരണയുണ്ട്, അതൊരു വിഭാഗത്തിന്റെ പാട്ടാണെന്ന്, അതുകൊണ്ട് അതിനെ അങ്ങനെ മാറ്റി നിർത്താമെന്നുള്ളൊരു ചില ആൾക്കാരുണ്ട്. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന്. നമ്മളിപ്പം ഈ ഒരിക്കലും ഇവിടുത്തെ ജാതീയതയോ അല്ലെ നിറത്തിന്റെ പേരിലുള്ള കലാപങ്ങളോ ഒന്നും ഒരിക്കലും മാറത്തില്ല. നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എന്നെക്കുറിച്ച് എൻ്റെ നിറത്തിന്റെ പേര് പറഞ്ഞാൽ എൻ്റെ ജാതിയുടെ ബേസിൽ ഒരാൾ സംസാരിക്കുവാണെങ്കിൽ ഞാൻ അയാളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന്. എന്നെ ഒരു മനുഷ്യനായി കണ്ട് ഇടപെടുന്ന ആരാണോ അവരോട് സഹകരിക്കുക. ഞാൻ എൻ്റെ വഴിയെ യാത്ര ചെയ്യുക. എൻ്റെ ലക്ഷ്യം വേറെയാണ്. എനിക്ക് ഇത്തരം ബഹളങ്ങൾക്ക് മറുപടി കൊടുക്കലല്ല എൻ്റെ പരിപാടി. എൻ്റെ ലക്ഷ്യം വേറെയാണ്, അതിലേക്ക് യാത്ര ചെയ്യുക. ഞാനിപ്പം മനോഹരനെ കുറിച്ച് എല്ലാവചനം പറഞ്ഞുണ്ടാക്കാൻ എടുക്കുന്ന ടൈമിൻ്റെ പകുതി മതി ഒരു മനുഷ്യന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ. തീർച്ചയായിട്ടും. ബാച്ചിലർ പാർട്ടി ഇറങ്ങിയ സമയത്ത് എൻ്റെ മ്യൂസിക് ഡയറക്ടർ രാഹുലേട്ടൻ അതിനൊരു വലിയ കഥയുണ്ട് കേട്ടോ. അത് ശരിക്കും ഞാൻ പാടേണ്ട പാട്ടല്ലായിരുന്നു അത്. ബാച്ചിലർ പാട്ടിലെ കുട്ടോബ് മാഷ് പാടേണ്ട പാട്ടാണ്. ഞാനതിന് കോറസ് പാടാനാണ് പോയത്. അതായത് ഓഹോ ലീഡ് കാടിൻ നടുവിൽ തമ്മിൽ താങ്ങായി ഓഹോ, ഈ ഓഹോ പാടാൻ വേണ്ടിയാ എന്നെയും അമരയിലുള്ള അജിത്ത് സാറിനോടൊപ്പം പാടിക്കൊണ്ടിരുന്ന അജിത്തിനെ സാറ് വിളിക്കുന്നത്. സാർ എന്നെ വിളിച്ചിട്ട് പറയണം, ഇതിലൊരു സിനിമയുടെ വർക്കുണ്ട്, അതിന് കുറച്ച് കോറസ് പോർഷനുണ്ട്, അപ്പം നീ അതൊന്ന് പാടണം. ഞാൻ അന്നേരം കരുനാഗപ്പള്ളി ശ്രീരാഗിൽ ഉദയകുമാർ അഞ്ചൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. പണ്ട് രവീന്ദ്രൻ മാഷിൻ്റെ ഒക്കെ പ്രോഗ്രാമറായിരുന്നു, കോർഡിനേറ്ററായിരുന്നു, കണ്ടക്ടറായിരുന്നു. അയാൾക്കത് എഴുതിയ കണക്ക് ഉദയൻ ചേട്ടനായിരുന്നു
കീബോർഡ് പ്രോഗ്രാം ചെയ്തത്. ഉദയൻ ചേട്ടൻ പിന്നെ അതിൽ നിന്നെല്ലാം മാറിയിട്ട് സീരിയലിൽ വന്നു. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം പ്രൊഫഷണൽ നാടകത്തിലാണ്. ഞാൻ ഉദയൻ ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ അനിയൻ വേണുവഞ്ചൽ, നമ്മുടെ ആലപ്പി വിവാഹാനന്ദ മാഷ്, ഇപ്പം കേരളപുരം ശ്രീകുമാർ, ഇവരൊക്കെ ഒരു 40-45ഓളം പ്രൊഫഷണൽ നാടകങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നാടകത്തിൽ ഉദയൻ ചേട്ടൻ്റെ ഒരു വർക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിൽ. മാഷ് എൻ്റെ അടുത്ത് ഇത് പറയുമ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ ഉദയൻ ചേട്ടൻ്റെ വർക്ക് ആ ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ, എന്ത് ചെയ്യും? അന്നേരം കുട്ടുമ്പ സാർ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യണം, ഞാൻ ഉദയൻ മാഷുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉദയൻ മാഷുമായിട്ട് കുട്ടുമ്പ സാർ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഉദയൻ മാഷ് പറഞ്ഞു, അവനെ ഞാൻ വർക്കിലിരിക്കുക, എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ. ഞാനപ്പം ഉദയൻ ചേട്ടനെ വിളിച്ചു. ഉദയൻ ചേട്ടൻ എന്താ ഇങ്ങനെ ആ കാര്യം? അപ്പോൾ ഉദയൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ അതൊരു സിനിമയാണ്, അത് കോറസ് ആയിരിക്കാം, പക്ഷെ നീ അത് കളയണ്ട. ഒരു പക്ഷേ നിൻ്റെ വഴി തെളിയുന്ന ഒരു പക്ഷേ അവിടെ നിന്നായിരിക്കും. നീ നാളെ വന്നിട്ട് എനിക്ക് ഇത് പാട്ട് പാടി തന്നാൽ മതി, പ്രശ്നമില്ല, നീ ധൈര്യമായിട്ട് പൊക്കോളം പറയും. കോറസാന്നും പറഞ്ഞ് നീ അത് പിന്മാറേണ്ട കാര്യമില്ല, പോയി ചെയ്യാൻ പറയും. അങ്ങനെ ഞാനും കുട്ടപ്പ സാറ്, അജിത്ത് എറണാകുളത്ത് കടവന്തറ ചേതന സ്റ്റുഡിയോയിൽ വരുന്നു, രാഹുലേട്ടൻ വരുന്നു, പാട്ട് കേൾക്കുന്ന ബാച്ചിലർ ലൈഫ്. അപ്പോൾ എനിക്ക് കേട്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഓർക്കസ്ട്രയും അതിൻ്റെ ഒരു കമ്പോസിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഉഗ്രം പാട്ട് കയറി പാടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഉടനെ രാഹുലേട്ടൻ്റെ അടുത്ത് പറയും, അതെ രാഹുലെ, ഇവൻ ആദ്യം പാടട്ടെ, എന്നിട്ട് ഇത് കേട്ടിട്ട് ഞാൻ പാടിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം രാഹുലേട്ടൻ്റെ അടുത്ത് അമൽ നീരജ് സാറ്, കുട്ടപ്പ സാറിൻ്റെ വോക്കൽ പുള്ളി കേട്ടിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയ വോക്കൽ ആയതുകൊണ്ടാണ് സാറിൻ്റെ വോക്കൽ രാഹുലേട്ടൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. അതെ. അപ്പം ഞാൻ കയറി, ഞാനപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ട്രാക്കല്ലേ പാടുന്നത്, കുട്ടപ്പ സാറിൻ്റെ ട്രാക്ക് പാടും, എനിക്ക് ടെൻഷൻ്റെ ആവശ്യതയൊന്നുമില്ല. അപ്പോൾ രാഹുലേട്ടൻ്റെ അടുത്താണ് ഞാൻ ഉണ്ടാക്കി ഈ സ്ട്രക്ചറിനകത്ത് ഫോക്കിൻ്റെ എലമെൻറ്റ്സ് ഇട്ട് വേണം നീ എനിക്ക് പാടാൻ, ഈ സ്ട്രക്ചർ വിട്ട് പുറത്ത് പോരുത്, ടൂണും പുറത്ത് പോരുത്. ഞാൻ പറയില്ല, അപ്പോൾ എനിക്ക് ട്രാക്ക് പാടുന്നതിന് എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ കൂളായിട്ട് കയറി പാടി. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് കുട്ടപ്പ സാറ് ഉടനെ വീണ്ടും രാഹുലേട്ടൻ എടുത്തു, രാഹുൽ അതെ ഇനിയിപ്പോൾ ഇവൻ പാടിയപ്പോൾ ഈ ശബ്ദം ഇനി മാറ്റണമെന്ന്. അല്ല, ആ പാട്ട് മത്തായിക്കൊള്ളാം. ആ പുള്ളി, കാരണം ഒരു പാട്ടുകാരൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല, പ്രത്യേകിച്ച് കോറസ് പാടാൻ വന്ന ഒരാളെ കൊണ്ട് ഇനി അത് മതിയോ, ജസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാതെ പുള്ളി അത് പറഞ്ഞ്. അപ്പം രാഹുലേട്ടനും പറഞ്ഞ്, അത് മാഷേ എനിക്ക് അവൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു, പക്ഷേ നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞ്, ഞാൻ എന്തായാലും ഡയറക്ടറെ പാട്ട് കേൾപ്പിക്കാം, അപ്പം നീ എന്തായാലും ഒരു DT എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഡബിൾ ട്രാക്ക്, ഒന്നുകൂടെ ഒരു DT പാടും, ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി. ആദ്യം പാടിയതിനൊക്കെ കുറച്ചുകൂടെ സമയം എടുത്തിട്ടാണ് ഞാൻ പിന്നെ പാടിയത്. പിന്നെ അതുപോലെ അന്നേരം ഊണ് ടൈമായി, ഊണ് കഴിഞ്ഞപ്പോഴത്തേന് പറയണ ഒരു 8 വരിയോടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പാടണമെന്ന് പറയാം. അതിനകത്ത് ഏറ്റവും ക്ലൈമാക്സിൽ കപ്പ 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 പുഴുക്ക് അതോടെ പാടി. അങ്ങനെ അവർക്ക് അത് കേട്ടിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് രാഹുലേട്ടൻ എന്നെ വിളിച്ചു, അവർക്ക് ഇതിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഡയറക്ടർ പറഞ്ഞത് ഒരു ഡിഫറെൻ്റായ ഒരു വോക്കലാണ്, അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഈ യോബിൻ്റെ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടുന്നു. അതിനുശേഷം ഒരേ ദിവസം പാടിയതാ കമ്മട്ടിപ്പാടവും ഒരു മുറയും എന്ത് വാർത്തായിരുന്നു സിനിമ. കമ്മട്ടിപ്പാടം ഇത്രയും ഭയങ്കര സോങ് ഭയങ്കര റീച്ചായിട്ട് ആ പാട്ടുകാരൻ ഒരു അറിയപ്പെടേണ്ട രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട്. 35ഓളം പാട്ടുകൾ പാടിയിട്ട് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല എന്നാണ് മത്തായിക്ക് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ ആയിരിക്കാം. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം നമ്മളത് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ലെന്ന് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ആധികാരികമായിട്ട് സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളല്ലേ, നാടൻ പാട്ടിൻ്റെ മാത്രം പിൻബലത്തിൽ, അതിൻ്റെ മാത്രം എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ 35ഓളം സിനിമ പാടിയേക്കുന്നത്. ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് രാഹുൽ രാജ്, ബിജുപാൽ സാറ്, ഗോവിന്ദ് വസന്ത, അതുപോലെ തന്നെ നമ്മുടെ മോഹൻ സിത്താര സാർ, വിനോദ് തോമസ്, ജസ്റ്റിൻ വർഗീസ്, അങ്ങനെ ഇപ്പം ഇൻഡസ്ട്രിയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന അത്രയും മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് 35 സിനിമയിൽ. അപ്പം അത് കാലം എന്നിലേക്ക് കൊണ്ട് എത്തിച്ചതാണ്. അത് ഞാൻ ആക്രമിച്ചു അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തു സുപ്രഭാതത്തിൽ. കാരണം ഇത് പഠിച്ചവർക്ക് മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് കരുതിയ മനുഷ്യനായിരുന്നു ഞാൻ. ചിന്ത അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ സാന്ന് പറയുമ്പം ദാ പാടുന്ന എനിക്ക്, നമുക്ക് സിനിമ, പിന്നെ ഈ നാടൻ പാട്ടിനോടുള്ളൊരു ഇഷ്ടം, നാടൻ പാട്ടുകളെ കുറിച്ച് അതിൻ്റെ ഏകദേശമെങ്കിലും പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ബേസിൽ ഈ മേഖലയിലേക്ക് ഇറങ്ങി. പിന്നീട് ഇത് തന്നെയാണ് എൻ്റെ ജീവിതമാർഗം, ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തിരിച്ചറിഞ്ഞ് ഇതുമായിട്ട് മുന്നോട്ട് പോയൊരു മനുഷ്യനാണ്. അപ്പം ഞാനൊരു സിനിമയെന്ന് പറയുന്നൊരു സാധനമേ മനസ്സിലില്ല. കാരണം അത് ആധികാരികമായി സംഗീതം പഠിച്ച് ആ നോട്ട്സിൽ പാടുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കണ്ട ഒരു മനുഷ്യൻ്റെ മുന്നിലേക്കാണ് വലിയൊരു അവസരം വന്നത്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് അവസരം വന്നാലും ഞാൻ
ഓക്കെ പറയും, ചാടി പിടിക്കും. ട്രൈ ചെയ്യും. പറ്റത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, ട്രൈ ചെയ്യും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റത്തില്ലെങ്കിൽ പോട്ടെ. അതാണ്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും സമയമുണ്ടല്ലോ, വരും നമുക്ക് അത്തരത്തിലുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം കാലം നമ്മളിൽ കൊണ്ടെത്തിക്കുക, അത് 100% ഉറപ്പാണ്. ഞാൻ എപ്പോഴും അതിനെ കാണുന്നത്, ഞാൻ എൻ്റെ ബൈക്കിൽ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ബൈക്കിലായിരിക്കും, മലനട വന്ന് പ്രോഗ്രാം വണ്ടി നിന്നിട്ട് ബൈക്കിലായിരിക്കും ഞാൻ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കാടെന്ന് പറയുന്നൊരു സ്ഥലം വഴിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ സ്ഥിരമായി ഞാൻ ബൈക്കിൽ പോകുമ്പോഴത്തേന് അത് മാർക്കറ്റൂടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട്, ബൈക്കിൻ്റെ പിന്നാലെ കൂടും, കുറച്ചുണ്ട്, നമ്മളെ പേടിപ്പിച്ചോളെ. 1-2 തവണ ഞാൻ വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് കല്ലെടുത്തിട്ടുണ്ട്. ഇത് തന്നെ സ്ഥിരം ഇവർ ചെയ്യുന്നത്. പിന്നീട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അവരുടെ ജോലി അതാണ്, അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ അവിടെ മെനക്കെട്ട് എൻ്റെ ഉറക്കം കളഞ്ഞ് അവരെ കല്ലെടുത്തെറിയാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നവർ മനുഷ്യത്വപരമായി മനുഷ്യനായി കാണാതെ അതിനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെയൊക്കെ ബേസിൽ ചിന്തിക്കുന്നവർ അവിടെ കിടന്ന് ചിന്തിച്ചോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എനിക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പം ഞാൻ അത്തരത്തിൽ ഞാൻ ഫോക്കും എല്ലാ ടൈപ്പും പാടണമെന്നുള്ളൊരു ആഗ്രഹം എന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാ ടൈപ്പ് പാട്ടുകളും കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഷോയ്ക്ക് തന്നെ ഞാൻ കുറേ ഷോയ്ക്ക് ചേട്ടനോടൊപ്പം കൂടിയിട്ടുണ്ട്. അത് ചേട്ടനിൽ അല്ലെ, ചേട്ടൻ എൻ്റെ പേര് ഓർക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ പാട്ടിൻ്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിലില്ലെങ്കിൽ ചേട്ടനെ ഓർക്കത്തില്ല തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തെ ഓർത്ത് ആളെ കൊണ്ട് പാടിക്കാം എന്ന്. കാരണം ആ ശബ്ദത്തിൽ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ അത് ഓർക്കാൻ സാധ്യത കുറവാണ്. അതാണ് എൻ്റെ ഒരു. അതുപോലെ നാടൻ പാട്ടിലെ എഴുത്തുകാർ ഏറ്റവും എക്കാലവും നിലനിൽക്കുന്ന ഒരു പാട്ടാണ്. പാട്ടും പറന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും പാടാണ്ടിരിക്കാം വയ്യടി തെയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി തെയ്യേ, ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാവും, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി തെയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി തെയ്യേ, കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവോ, നമ്മളെയും കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ട്, കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാ, കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാ. ഇതിലെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ട്രഡീഷണൽ സോങ് ആണെന്ന് തോന്നുന്നു. ഇത് എഴുതിയ പാട്ടാണ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പാങ്ങോട്, പുത്തൂരിന് പോകുന്ന വഴിക്ക് പാങ്ങോടുള്ള മധുനാരായണൻ എന്ന് പറയുന്നൊരു ചേട്ടൻ എഴുതിയ പാട്ടാണ്. അതുപോലെ തന്നെ ഈ എം.എൻ. തങ്കപ്പൻ കറുകച്ചാൽ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ് ചെക്കേലാടിക്കും മുമ്പേ തെയ്യം താര, ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര, ചെമ്പാവും പാടത്ത് ചാത്തകനും നീലിയും വെക്കം നടന്നേ തെയ്യം താര, തകതാര തകദിവി താര തകദിവി താര തകദിവി തൂ മാലി മാട മൂറിങ്ങേ തെയ്യം താര, ചെലിക്കേലും മൂടിങ്ങേ തെയ്യം താര, തകതാര താര, മടത്തിലെന്തുണ്ടോ കാച്ചിക്കൂടിക്കാനേ, അന്തിക്കേടി കീടാത്തി തെയ്യം താര. അത് എഴുതിയ പാട്ടാണ്. ഈ പാട്ടാണ് ഒരു സുപ്രഭാതത്തിൽ അവിയൽ എന്ന് പറയുന്ന ബാൻഡ് തകതാര തകതിമിതാര തകതിമിതാര തകതിമിതോ, തകതാര തകതിമിതാര തകതിമിതാര തകതിമിതു, ചെക്കേലാടിക്കും മുമ്പേ തെയ്യം താര, ചെമ്പട്ട്, ഇങ്ങനെ ആക്കിയത്. പക്ഷെ അത് അവരങ്ങനെ ആക്കിയതിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു മനുഷ്യൻ അയാളുടെ ആയുസിന്റെ അത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ടാണ് അയാൾ അത്ര ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഒരു പാട്ടുണ്ടാക്കുന്നത്. ആ ആളുടെ പേരൊന്ന് പറയാം. കറക്റ്റ്, അത് പറയണം. അത് കമ്പോസ് ചെയ്ത ആളുടെ പേര് പറയാം.
ഒരുപാട് ഗായകർ ഒരുപാട്. പാട്ടുകളെല്ലാം ബാൻഡില്. അതെ അതെ, എല്ലാവരും പാടുന്നു. അതാ എഴുതിയ ആളുടെ പേരൊന്ന് പറയാമല്ലോ. തീർച്ചയായിട്ടും. ആൾക്കൊന്നും കൊടുക്കണ്ട, ആള് ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന അധ്യാപകനായ എം.എൻ. തങ്കപ്പൻ എഴുതി ഇന്ന ആൾ കമ്പോസ് ചെയ്ത പാട്ടാണെന്ന് പറയാം. അത് ആ മനുഷ്യനോട് കാണിക്കുന്ന ഒരു നീതിയല്ലേ? തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ ഒരു മോശം. ഇപ്പൊ എല്ലാ ഗാനമേളക്കാരും താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ട് പാടുന്നുണ്ട്. അവർക്ക് ജസ്റ്റ് അത് പറയാം, സത്യൻ കോമല്ലൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയതാണ്. കാരണം ഒരു മനുഷ്യൻ അയാളുടെ ആയുസിന്റെ ഇത്ര പെർസെൻറ്റേജ്, അയാളുടെ ആത്മാവിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഒരു പാട്ടായിട്ട് മനുഷ്യന് ഇഷ്ടപ്പെടുന്ന, സമൂഹം ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ലിറിക്കായിട്ട് വരുന്നത്. ഇപ്പൊ വലിയ വലിയ ഗായകരെല്ലാം റോയൽറ്റി, അവരുടെ പാട്ടുകൾ പാടാൻ പാടില്ല, പാടണം ഇത്ര ശതമാനം പൈസ. അവര് അപ്പോഴും അതിന്റെ ഈ പ്രോഗ്രാം നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഗാനമേള വേദിയിൽ താരകപ്പെണ്ണാൾ പാടുന്ന സമയത്ത് ഭയങ്കര സങ്കടത്തോടു കൂടി, അല്ലെങ്കിൽ എൻ്റെ പാട്ട് കേൾക്കുന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി, അപ്പോഴും മനസ്സിൽ എവിടെയോ ഒരു സങ്കടം കാണുന്നുണ്ടാവും. അവർക്ക് എൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറയുന്നതിൽ തെറ്റില്ല. സൈഡിൽ കൂടെ നടന്നു പോകുന്ന മനുഷ്യനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അത് കമ്പോസ് ചെയ്ത ഒരു മനുഷ്യനെ, മധുമുണ്ടകോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആരും ഒന്ന് വേദിയിൽ അതൊന്നും പറയുന്നില്ല. അത് വളരെ മോശമല്ലേ? നമ്മൾ അത് പാടി താരകപ്പെണ്ണാൾ പാടണമെന്ന് ഓഡിയൻസ് പറയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് അതിൻ്റെ ആങ്കർക്ക് അല്ലെങ്കിൽ ആ പാട്ടുകാർക്ക് പറയാം, അല്ലെങ്കിൽ അവരൊരു അന്വേഷണം വെക്കണം. അത് ഇന്നാൾ എഴുതിയ പാട്ടാണ്, അത് ഇന്നാൾ കമ്പോസ് ചെയ്തത് അല്ല, പറയണം. സിനിമാ മേഖലയിൽ നിന്ന് ബിച്ചു തിരുമല എഴുതി, അല്ലെങ്കിൽ ദേവരായ മാഷി ഈണം പകർന്ന് ONV സാർ എഴുതിയ ദാസേട്ടൻ പാടിയ പാട്ട് സംഗീതം നൽകിയ ഇന്നാള് എന്ന് പറയുന്നല്ലോ. അപ്പം എന്തുകൊണ്ട് ഇത് സത്യൻ കോമല്ലൂർ എഴുതി മധുമുണ്ടകം ഈണം പകർന്ന താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ടാണ് ഞങ്ങൾ പാടുന്നതെന്ന് പറയുമ്പോൾ, അല്ലാതെ ഇവരുടെ പ്രോഗ്രാമിന്റെ പകുതി എമൗണ്ട് ഒന്നും അവർക്ക് കൊടുക്കണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ചെയ്യണം. അങ്ങനെ എത്രയോ പാട്ടുകാർ, ഈ നാടൻ പാട്ട് തന്നെ എഴുതി എത്രയോ പാട്ടെഴുത്തുകാർ വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതവർ പറയണ്ടേ? അവർക്ക് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പക്ഷേ അതേ ഉണ്ടാവുള്ളൂ. അതെങ്കിലും കൊടുക്കണ്ടേ? അർഹതപ്പെട്ട അംഗീകാരം അത് കൊടുക്കണം. സിനിമയ്ക്ക് പാട്ടെഴുതുന്നതും നാടൻ പാട്ട് എഴുതി എല്ലാം എഴുത്ത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ഇത്തരം ചില കാര്യങ്ങളോട് എനിക്ക് ഭയങ്കരമായ ഒരു എതിർപ്പുണ്ട്. അതുപോലെ തന്നെ നാടൻ പാട്ട് എല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്നിച്ച് പാടേണ്ട പാട്ടുകളൊന്നുമല്ല. അതിന് കുറേ ആൾക്കാരുടെ ജീവിതം ഉണ്ട് അതിനകത്ത്, കുറേ ചോര മണക്കുന്നുണ്ട് അതിനകത്ത്. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ലിറിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് ഒരു അന്വേഷണം നമ്മൾ നടത്തണം. പൂർണ്ണമായിട്ട് നമ്മൾ ആരും പൂർണ്ണരല്ല, ഒരിക്കലും പൂർണ്ണനായ ഒരു മനുഷ്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കുഴപ്പങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണ് നമ്മൾ. എങ്കിലും നമ്മൾ നിൽക്കുന്ന നമ്മളുടെ പ്രൊഫഷനോടൊരു നീതി പുലർത്തണം, അതിനോടൊരു നേരുമര്യാദ പുലർത്തണം. നമ്മളൊരു പാട്ടിൻ്റെ ആരെങ്കിലും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ പാട്ടിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഏത് കാലഘട്ടത്തിൽ ഏത് കാറ്റഗറി പാടിയതാണെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. തീർച്ചയായിട്ടും. ഇതെങ്ങനെയും പാടേണ്ട ഒരു പാട്ടല്ലത്. മുടിയാട്ടത്തിൻ്റെ പാട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്. അന്ന് ആ സമയത്ത് മഴയില്ലാതെ തങ്ങളുടെ വിളനിലം നശിക്കുന്നത് കണ്ട് കുളിച്ചീറനായി വന്ന് അന്ന് അമ്മമാർ ഈ മുടി തറയിൽ മുട്ടുമാറ് മുടിയടിച്ച് മഴക്കാരനെ വിളിച്ചു വരുത്തി എന്നാണ് ആ ഒരു കാർഷിക പാരമ്പര്യം. അതാണ് ഈ മുടിയാട്ടത്തിൻ്റെ ശീലം എന്ന് പറയുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഈ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചവരായിരുന്നു. നമുക്കില്ലാത്തതും അത് തന്നെയാണ് ഇപ്പോൾ. അതെ, അവർക്ക് എപ്പോഴും ഒരു എടാപോട ബന്ധമായിരുന്നു. അവർക്ക് എപ്പോഴും പ്രകൃതി അവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. നമ്മൾ രണ്ട് തരത്തിലുള്ള നിയമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞു. ഒന്ന്, എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്, നമുക്ക് എഴുതപ്പെട്ട ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതിനപ്പുറത്ത് എഴുതപ്പെടാത്ത ഈ പ്രപഞ്ചത്തിനൊരു പ്രകൃതിക്കൊരു നിയമമുണ്ട്. നമ്മളിനി എന്തൊക്കെ മാറ്റിമറിച്ചെന്ന് പറഞ്ഞാലും ആ പ്രകൃതിയുടെ നിയമവ്യവസ്ഥയ്ക്കകത്തെ പ്രകൃതി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും പ്രകൃതി എന്നൊന്ന് സ്റ്റൈലിഷ് ആയേക്കാം, നാളെ പ്ലാവലയുടെ നിറം വേറെ ഒരു കളറായേക്കാം എന്ന് വിചാരിക്കുന്നില്ല. വ്യത്യസ്തമായ മണങ്ങളും വ്യത്യസ്തമായ നിറങ്ങളും വ്യത്യസ്തമായ രുചിയും ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ്. ആ പ്രകൃതിയോടാണ് ഇവരെപ്പോഴും കൂട്ടുകൂടിയിരുന്നത്, കലഹിച്ചിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവര് പ്രകൃതിയോട് വാശി പിടിച്ചാൽ പ്രകൃതി അവർക്ക് കൊടുക്കുമായിരുന്നു. കാരണം ഇവർ പ്രകൃതിയെ അങ്ങനെയായിരുന്നു ഇവർ നോക്കിക്കണ്ടത്, പ്രകൃതിയെ കാത്ത് പരിപാലിച്ചത്. ഈ പണ്ട് സിയാറ്റിൻ ഗോത്രത്തലവൻ്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. അതായത് ബ്രിട്ടീഷ് വെള്ളക്കാർ അവരുടെ മണ്ണ് ആക്രമിക്കാൻ ചെന്നപ്പോഴത്തേന് സിയാറ്റിൻ ഗോത്രത്തലവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ മണ്ണിലേക്ക് കടന്നു വരാം, ഈ കാണുന്ന പുഴകളും പൂക്കളും മലകളും ഈ കായലും ഒക്കെ എൻ്റെ
അമ്മയും അപ്പനും സഹോദരനും സഹോദരിയും മക്കളും ഒക്കെയാണ്. അവരെ അങ്ങനെ കണ്ട് അവരോട് ഈ മണ്ണിൽ ഇടപെടാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ മണ്ണിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ തടയും. കാരണം അവരങ്ങനെയാണ് പ്രകൃതിയോട് ഇടപെട്ടിരുന്നത്. അവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. അനാവശ്യമായി അവർ മലകൾ വെട്ടിയിടിക്കാറില്ലായിരുന്നു, ഒരു പൊട്ടക്കുളം നികത്താറില്ലായിരുന്നു. ഇതൊക്കെ ആവശ്യമാണ്. ഈ സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിനെ നിലനിർത്തണ്ടേ. മനുഷ്യനിൽ നിന്ന് വല്ലാതെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ നമ്മൾ എന്ന് പറയുന്നത്. എനിക്ക്, എൻ്റെ, നിങ്ങൾക്ക്, താങ്കൾക്ക്. നമ്മളെന്ന് പറയാൻ എന്തോ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വേലി തിരിച്ചിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. തീർച്ചയായിട്ടും നമ്മളെന്ന് പറയാൻ ഇനിയുള്ള കാലം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. വെറുതെ ഇവിടെ കിടന്ന് കലഹിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അല്പസമയം മാത്രമാണ് ജീവിക്കുന്നത്. ആ ഭൂമിയിലെ ജീവിതം ഭയങ്കര സന്തോഷകരമായിട്ട് ജീവിക്കുക, നല്ല ഓർമ്മകളുമായിട്ട് തിരികെ പോവുക എന്നുള്ളതാണ്. മരണാനന്തര ലോകത്തെക്കുറിച്ച് എനിക്കോ മനോവേട്ടനോ ഈ ലോകത്ത് ആർക്കും പറയാൻ പറ്റത്തില്ല, മരിച്ചവരൊട്ട് പറയുന്നതുമില്ല. ചിലവര് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു, 2 വരി കവിതയാണ്. ഗൾഫിൽ പോകുന്നവർ തിരിച്ചു വരുന്നു, മരിച്ചവരാരും തിരിച്ചു വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഭൂമിയിലൊക്കെ അടിപൊളിയായിരിക്കും അവിടെ നിന്ന്. ഈ ഗൾഫിൽ പോകുന്നവർ തിരിച്ചു വരുന്നത് നാട്ടിലാണ് സുഖം എന്നുള്ളത് കൊണ്ടായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നമുക്കൊരു ഒരു ഒരുമയുടെ പാട്ടാണിത്. തീർച്ചയായും. അപ്പം നമുക്ക് ഈ പാട്ട് എഴുതിയേക്കുന്ന വിജേഷ് എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകനാണ്, കോഴിക്കോട് സ്വദേശിയാണ് വിജേഷ്. വളരെ പെട്ടെന്ന് എഴുതുമൊന്നും വേണ്ട, നമ്മളുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 1 മിനിറ്റ് സൈലന്റ് ആക്കി ഞാൻ ഒരു 4 വരി പാടാന്ന് പറഞ്ഞു, പെട്ടെന്ന് പാട്ട് പാടുന്ന ഒരു മിനിറ്റാണ്. അപ്പം വിജേഷിന്റെ പാട്ട് ഭയങ്കര എക്കാലവും ഉള്ള ഒരു നിലനിൽക്കുന്ന കണ്ടന്റ് ഉള്ള ഒരു പാട്ടാണ്. ഭയങ്കര സിമ്പിൾ വരിയാണ്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നീ എന്തിന്, നിങ്ങളെന്തിന്, നീ എന്തിന്, നിങ്ങളെന്തിന്, ഇവിടെ താങ്കളെന്തിന്, ഇവിടെ താങ്കളെന്തിന്, നമുക്ക് നമ്മളകാലോ, ഈ മണ്ണിൽ നമ്മളകാലോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ജനിക്കുമെന്നതും സത്യം, മരിക്കുമെന്നതും സത്യം, ജനിക്കുമെന്നതും സത്യം, മരിക്കുമെന്നതും സത്യം. ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നീ എന്തിന്, നിങ്ങളെന്തിന്, നീ എന്തിന്, നിങ്ങളെന്തിന്, ഇവിടെ ജാതി എന്തിന്, ഇവിടെ ജാതി എന്തിന്, ഇവിടെ മതം എന്തിന്, ഇവിടെ മതം എന്തിന്, ഇവിടെ നിറമെന്തിന്, ഇവിടെ നിറമെന്തിന്, ഇവിടെ വർഗമെന്തിന്, നമുക്ക് നമ്മളകാലോ, ഈ മണ്ണിൽ നമ്മളകാലോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ആരുടെ കൂടെ നിൽക്കും, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും,
ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും, നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും, നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പോ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പോ. ഒരമ്മ പെറ്റതുപോലെ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു, പ്രത്യേകിച്ച് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ കണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യനോടൊപ്പം ഷോയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ മനോഹരനോടൊപ്പം കുറേ ഷോയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ തന്നെ ഭയങ്കര സന്തോഷം. നമ്മൾ കുറെ ഷോകൾ ചെയ്തു. അതെ അതെ അതെ. പിന്നെ വീണ്ടും ഇങ്ങനെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സെഗ്മെന്റിലേക്ക് എന്നെ ക്ഷണിച്ചു. എനിക്കറിയാം മത്തായിയുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും താങ്ക് യു മത്തായി. താങ്ക് യു.